പാകിസ്ഥാന്റെ അതിർത്തി രാജ്യമായ അഫ്ഗാനിസ്ഥാൻ അവരുടെ കടുത്ത ശത്രുരാജ്യമായി മാറുമ്പോൾ ഇന്ത്യക്ക് മുന്നിൽ തുറന്നു കിട്ടിയിരിക്കുന്നത് സുവർണ അവസരമാണ്. ആ അവസരം ഫലപ്രദമായി തന്നെ ഉപയോഗിച്ചാണ് ഇന്ത്യ ഇപ്പോൾ മുന്നോട്ടു പോകുന്നത്. പാക് ആക്രമണത്തിനെതിരെ അതേ നാണയത്തിൽ തിരിച്ചടി നൽകുന്ന അഫ്ഗാനിസ്ഥാനിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായഹസ്തവുമായാണ് ഇന്ത്യ ഇപ്പോൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലേക്ക് ജീവരക്ഷാ മരുന്നുകളും വാക്സിനുകളും മറ്റ് മാനുഷിക സഹായങ്ങളുമാണ് ഇന്ത്യ അയക്കുന്നത്. അഫ്ഗാനെതിരെ അതിർത്തി കടന്ന് പാകിസ്ഥാൻ ബോംബാക്രമണങ്ങൾ നടത്തിവരുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ ഈ അടിയന്തര സഹായം എന്നത് അതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നുണ്ട്. 73 ടൺ ജീവൻ രക്ഷാ മരുന്നുകളും വാക്സിനുകളും മറ്റ് മാനുഷിക സഹായങ്ങളുമാണ് കഴിഞ്ഞ ദിവസം രാജ്യം അയച്ചത്. ഏപ്രിലിലും സെപ്റ്റംബറിലും സഹായം അയച്ചതിനു ശേഷം ഈ വർഷം അഫ്ഗാനിസ്ഥാനിലേക്ക് ഇന്ത്യ അയക്കുന്ന മൂന്നാമത്തെ സഹായമാണിത്. ഇന്ത്യ അഫ്ഗാൻ ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായുള്ള നടപടികളാണിവ. ഇന്ത്യ അഫ്ഗാൻ ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്നതോടെ ദീർഘകാല സൗഹൃദ ബന്ധം പുലർത്തിയിരുന്ന പാകിസ്ഥാനുമായുള്ള അഫ്ഗാൻ ബന്ധത്തിൽ ഉടലെടുക്കുക വലിയ വിള്ളലാണെന്നതിൽ സംശയമില്ല. ഒക്ടോബർ 9 കാബൂളിൽ പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് അഫ്ഗാനിസ്ഥാൻ ആരോപിച്ചതിനെ തുടർന്നുണ്ടായ ഏറ്റുമുട്ടലുകൾ താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് ഒക്ടോബർ 19 ഖത്തറും തുർക്കിയും മധ്യസ്ഥത വഹിച്ച വെടിനിർത്തലിനിടെയാണ് ഇപ്പോഴുള്ള ഈ സംഭവ വികാസങ്ങൾക്ക് തുടക്കമാകുന്നത്. ഡ്രോൺ ആക്രമണം നിരവധി അഫ്ഗാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മരണത്തിനിടയാക്കിയിരുന്നു. ഗോസ്തിലെ ഗുലാം ഖാൻ പോലുള്ള പ്രധാന അതിർത്തികൾ അടച്ചിടാനും ഇത് കാരണമായി.